അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മുരിങ്ങയില വെച്ചിട്ട് ഉള്ളതാണ്. മുരിങ്ങയില എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ്. അപ്പം ഞാനിപ്പോൾ മുരിങ്ങയില ആദ്യം കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഈർപ്പൊക്കെ മാറ്റിയിട്ട് ഞാനൊന്ന് ആ തണ്ടിൽ നിന്നും അടർത്തി എടുത്തിട്ടുള്ളതാണ്. 2 കൈപ്പിടി മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മുരിങ്ങയില ആഴ്ചയിൽ 3 ദിവസമെങ്കിലും കഴിക്കുന്നത് നല്ലതാണ്, ദിവസവും കഴിക്കുന്നത് നല്ലതാണ്. പാലിലുള്ളതിനേക്കാൾ കാൽസ്യം ഈ മുരിങ്ങയിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ചിലുള്ളതിനേക്കാൾ വിറ്റമിൻ സിയും ക്യാരറ്റിലുള്ളതിനേക്കാൾ വിറ്റമിൻ എയും മുരിങ്ങയിലയിൽ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ, ഹൃദ്രോഗം മാറാൻ, അതുപോലെ പ്രമേഹ രോഗം മാറുന്നതിനും പിന്നെ വിളർച്ച മാറ്റുന്നതിനും എല്ലുകൾക്കും പല്ലുകൾക്കും മുടിക്കും സൗന്ദര്യത്തിനും ചർമ്മം തിളങ്ങാനും ഒക്കെ നല്ലതാണ്. ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മുരിങ്ങയില കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ശരീരത്തിന് കിട്ടും. അപ്പം ഞാനിപ്പോൾ 2 കൈപ്പിടിയല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഈ മുരിങ്ങയില ഒന്ന് ആവിയേറ്റി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇഡലി തട്ടും വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത മുരിങ്ങയില വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബൗളിലാണ് എടുത്തിട്ടുള്ളത്. എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ബൗളിൽ നിറച്ചുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അളവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 7 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി വെച്ച് കൊടുക്കാം. എല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം വെക്കാൻ. പിന്നെ കുറച്ച് പുളി, ചെറിയൊരു കഷ്ണം പുളി ഇതാ വെച്ച് കൊടുത്തു. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി അല്ലികൾ, അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി അല്ലികളാണ്. 8 അല്ലി വെളുത്തുള്ളി അല്ലികളും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മുരിങ്ങയില ഒന്ന് ആവിയിട്ട് എടുക്കാം. നിങ്ങൾ വിചാരിക്കും ഇത് ആവിയിട്ട് എടുക്കുന്നത് എന്തിനും വഴറ്റി എടുത്താൽ പോരെ. വഴറ്റി എണ്ണയിലിട്ട് വഴറ്റി എടുക്കുന്ന സമയത്ത് മുരിങ്ങയിലയിലുള്ള പോഷക ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടും. ആവിയേറ്റി എടുക്കുമ്പോൾ ആ പോഷക ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ആവിയേറ്റ് എടുക്കുന്നത്. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ആയി. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതിന്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇപ്പൊ ഞാനൊരു കുട്ടി കടായി ഇതാ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരമായിട്ട് എണ്ണ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം ഈ നെയ്യ് ഒന്ന് ചൂടാവട്ടെ. നെയ്യൊന്ന് ചൂടാതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തോടോട് കൂടിയ ഉഴുന്ന് പരിപ്പാണ്. തോടില്ലാത്ത വെള്ള ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ കൂടെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ നിലക്കടല ചേർക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ നെയ്യിൽ നിന്ന് ഇത് കോരി മാറ്റാം. അപ്പോൾ ആ നെയ്യിൽ നിന്ന് എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ബാക്കി നെയ്യ് നമുക്ക് ആവശ്യമുണ്ട് പിന്നീട്. അപ്പോൾ നമ്മൾ ആവിയേറ്റി എടുത്തതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി തക്കാളിയുടെ തൊലി അങ്ങ് മാറ്റാം. തൊലിയോടുകൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തൊലി മാറ്റി. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ചേർക്കാം. ഞാൻ മുഴുവനെയാണ് ചേർക്കുന്നത്. പിന്നെ ആവിയേറ്റി എടുത്ത മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർക്കാം. വെളുത്തുള്ളി അല്ലികള്, ഉള്ളി, പുളി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഇത്രയും വേണമെങ്കിൽ ഇത്രയും വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. അല്ല നിങ്ങൾക്ക് തേങ്ങ ചിരകിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കൈപിടി തേങ്ങ ചിരകിയതും കൂടി ഇട്ടിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കിയിട്ട് ചെയ്യാം. തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തു. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. വെള്ളം ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ അരച്ചെടുക്കുന്നത്. അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിന്റെ
പൊന്നോ അടിപൊളി ടേസ്റ്റ് ആണ്, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. പൊന്നോ അടിപൊളി ടേസ്റ്റ് ആണ്, വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഇഡലി, ദോശ, അങ്ങനെ ചോറിന്റെ കൂടെ കഴിക്കാനൊക്കെ ബെസ്റ്റ് ആണ്. മുരിങ്ങയില വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുകയില്ല, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആണ്. മുരിങ്ങയില ഒരു ചവർപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എന്തായാലും മുരിങ്ങയില കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി കുറച്ച് പണികൾ കൂടെ ബാക്കിയുണ്ട്. നേരത്തെ എല്ലാം കൂടിയിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തില്ലേ, എന്നിട്ട് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ചൂടായി കിടക്കുന്ന നെയ്യിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. തോടുള്ള ഉഴുന്ന് പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. തോടില്ലാത്ത ഉഴുന്ന് പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പൊ വറ്റൽ മുളകിന്റെ നിറം മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പൊ താളിച്ചതെല്ലാം കൂടിയിട്ട് ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതാ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു കാര്യം, ഉപ്പുണ്ടോ എന്ന് നോക്കുക, ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുരിങ്ങയില വെച്ചിട്ടുള്ള ഈ ചട്നി ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്